ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തികയും അതുപോലെ തന്നെ കല്യാണിയൊക്കെ അവിടെ നിൽക്കുകയാണ്. പ്രകാശന്റെ അരികിൽ ലക്ഷ്മി വന്ന് മുഖം മറച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കാർത്തിക പറയാണ്, ഞങ്ങളുടെ ചടങ്ങനുസരിച്ച് ചെറുക്കൻ പെണ്ണിനെ 3 പ്രാവശ്യം വലം വെക്കണമെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ ചാടി എഴുന്നേൽക്കുകയാണ് പ്രകാശൻ. അതിനെന്താ എന്നും പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റിട്ട് 3 പ്രാവശ്യം ലക്ഷ്മിയെ വലം വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് കല്യാണിയൊക്കെ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മുടെ ബാലനും അതുപോലെ രാജപ്പൻ അവിടെ ഇരിക്കുമ്പോൾ രാജപ്പൻ പറയുന്നുണ്ട്, നോക്കിയട ബാല, അവൻ്റെ ഒരു ഭാഗ്യം, അവന് 3ാമത്തെ പെണ്ണാണ് കിട്ടിയത്. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാനൊരു പെണ്ണ് കെട്ടാൻ നോക്കിയിട്ട് എനിക്കൊരു പെണ്ണിനെയും ശരിയായില്ല. ആ നിൽക്കുന്ന കല്യാണിയെ വേറെയും കല്യാണം കഴിക്കാൻ ഞാൻ നോക്കിയതാണെന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതിന് നിങ്ങൾ പെണ്ണിനെയല്ലല്ലോ കല്യാണം കഴിക്കാൻ നോക്കിയത്, നിങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീധനല്ലേ ചോദിക്കാറ് എന്ന് പറയുമ്പോൾ ഓ അതും ശരിയാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അവൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ സമ്പാദിച്ച പൈസയ്ക്ക് എന്ത് ചെയ്യും എന്നൊക്കെ രാജപ്പൻ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 17 ലക്ഷം പോയി കിട്ടിയല്ലോ എന്ന് ചോദിക്കുന്നു നമ്മുടെ ബാലൻ. അപ്പൊ 17 ലക്ഷം പൂവ് അത് പ്രകാശന് കൊടുത്തതാണ്, അത് അതുപോലെ തന്നെ പ്രകാശൻ എനിക്ക് തിരിച്ചു തരികയും ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ചെയ്യും, കിട്ടും 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 എന്ന് പറയാണ്. അപ്പൊ എന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെല്ലാം ഈ 17 ലക്ഷം ഇത്രയും സമ്പാദിച്ചു കൂട്ടിയെന്ന് 17 ലക്ഷം കുറഞ്ഞു കിട്ടിയല്ലോ, അത്ര ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ അങ്ങനെയെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് പ്രകാശന്റെ, അതായത് നമ്മുടെ ലക്ഷ്മിയുടെ ആങ്ങളമാരൊന്നും അതുപോലെ വക്കീലൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ, അവരൊരു കിണ്ടി വെള്ളവുമായിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ ഇനി അടുത്തത് കാല് കഴുകൽ ചടങ്ങാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയാണ്, ആ കിണ്ടി വെള്ളം വാങ്ങിയിട്ട് ചെറുക്കൻ പെണ്ണിന്റെ കാല് കഴുകണം എന്ന് പറയാണ്. അങ്ങനെ ഇത്തിരി ഒരു ഇതായിട്ട് ഒരു നടക്കയോട് കൂടി തന്നെ ആ ഒരു കിണ്ടി വാങ്ങിക്കുന്നുണ്ട് പ്രകാശൻ. അതിനുശേഷം പ്രകാശൻ നേരെ ലക്ഷ്മിയുടെ കാല് കഴുകുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മിയുടെ കാല് ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിക്കുകയും ഒരു കൈ കൊണ്ട് ഇങ്ങനെ കാല് ഉരച്ച് കഴുകുകയും ചെയ്യുകയാണ്. അതൊക്കെ കണ്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രകാശിന് ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ട് അതിലങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. എന്നാലും കല്യാണം നടക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ നിൽക്കുന്നത്. അതിനുശേഷം ആ കിണ്ടി വെള്ളമൊക്കെ അവിടെ വെക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മ പറയാണ്, അതായത് പ്രകാശന്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മുഹൂർത്ത സമയമായി, ഇനി താലി കെട്ടാൻ നോക്ക് പ്രകാശ എന്ന് പറയുമ്പോൾ അത് ഇനി മുഹൂർത്തമായി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ താലി എടുത്തിട്ട് നേരെ കൊടുക്കുകയാണ് അമ്മ പ്രകാശന്റെ കയ്യിൽ. അങ്ങനെ ആ താലി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നേരെ മുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് അതുപോലെ ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കണ്ണടച്ച് ഒരു 2 സെക്കൻഡ് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ മുഖത്ത് നിന്ന് അത് എടുക്കാലോ എന്ന് ചോദിക്കുകയാണ്. ആ തട്ടം എടുത്ത് മാറ്റാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, അത് ഇനി മാറ്റാമെന്ന് അവിടെ നിന്ന് കാർത്തികയും പറയുകയാണ്. അങ്ങനെ ലക്ഷ്മിയാണെങ്കിൽ തൻ്റെ മുഖത്ത് നിന്നും ആ തട്ടം, ആ സാരി തല എടുത്ത് മാറ്റുകയാണ്. അത് കണ്ട് പ്രകാശൻ ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് ലക്ഷ്മിയുടെ മുഖം കണ്ടിട്ട്. അപ്പോൾ അമ്മൂമ്മയും വിക്രവും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നീട്ടി നിൽക്കുന്ന സമയത്ത് പ്രകാശന്റെ ആകെ കണ്ണൊക്കെ ചുവന്ന് അതുപോലെ തന്നെ മുഖമൊക്കെ ചുളുങ്ങിയ പോലെയായി. അത്രയും നേരം ഉണ്ടായ ഒരു സന്തോഷം പ്രസരിപ്പൊന്നും ആ മുഖത്തില്ല, ദേഷ്യവും ഒക്കെ കൂടി ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ പ്രകാശൻ തിരിഞ്ഞ് നേരെ ഇപ്പുറത്ത് നോക്കുകയാണ്. ഇപ്പുറത്ത് ഒരു തട്ടം മറിച്ചിട്ടിട്ട് ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടല്ലോ, അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി. അപ്പോൾ ആ സമയത്ത് ദീപ മുഖത്ത് നിന്നും ആ സാരിത്തല എടുത്ത് മാറ്റുകയാണ്. അപ്പം ദീപയെയും കണ്ട് അവർ 3 പേരും ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അമ്മൂമ്മ പറയാണ്, ചതിയാണിത്, ചതി, മൊത്തം ചതിയാണിത് എന്നൊക്കെ അമ്മൂമ്മ അവിടെ നിന്ന് പറയുന്ന സമയത്ത് പ്രകാശനോട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താടാ കെട്ടുന്നില്ലേ, താലി കെട്ടട നീ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ താലി അവിടെ കയ്യിലിരുന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് പ്രകാശൻ. അങ്ങനെ ലക്ഷ്മി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ചെന്ന് നിൽക്കുന്നത് കാർത്തികയുടെ അരികിലാണ്. അങ്ങനെ കാർത്തികയുടെ അരികിൽ ചെന്ന് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്നറിയോ നിങ്ങൾക്കറിയോ എന്നിങ്ങനെ അമ്മയോടും ചോദിക്കുകയാണ്, പ്രകാശന്റെ അമ്മയോടും. അപ്പോൾ ആ സമയത്ത് കല്യാണി പറയാണ്, എങ്ങനെ അറിയാനാണ്, പെൺമക്കളെ വെറുക്കുന്ന അച്ഛൻ എങ്ങനെ സ്വന്തം മകളെ എങ്ങനെ തിരിച്ചറിയാനാണ് എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പ്രകാശൻ ഞെട്ടിയിട്ട് നേരെ കാർത്തികയെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതേടാ ഇത് എൻ്റെ മകളാണ്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകള്, നിങ്ങൾ ഓടയിൽ ഉപേക്ഷിച്ചില്ലേ, നിങ്ങളും അവൾ ആ നിൽക്കുന്നവരും കൂടിയിട്ട് ഓടയിൽ ഉപേക്ഷിച്ച് പോയില്ല, ആ മകളാണ് ഇത്, ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, മാസങ്ങളോടെ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, എന്നിട്ട് നിനക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പ്രകാശനും അമ്മൂമ്മയും അതുപോലെ തന്നെ
വിക്രവും ഒക്കെ ഞെട്ടി നിൽക്കാണ്. ദേവി എന്താ ഈ കാണുന്നത്, എന്താ ഇത് ദേവി എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അമ്മമ്മ ഒരു പ്രകടനമൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്താടാ നീ കാണിക്കുന്നത്, നീയേ പെണ്ണുങ്ങളെ വെറുക്കുന്നവനല്ല, നീ പെണ്ണുങ്ങളെ വെറുക്കുന്ന നീയേ ഒരു കാര്യം ചെയ്യിപ്പതേ, നിനക്ക് കെട്ടാൻ ഒരു ഭാര്യമാരല്ല 2 ഭാര്യമാരുണ്ട്, 2 ഭാര്യമാരെയും കെട്ടടാ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് നിനക്ക് പെണ്ണുങ്ങളെ വെറുക്കുന്ന നീ എങ്ങനെയാടാ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ ദീപ പറയാണ്, അയാൾ മാത്രമല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, ദേ നിൽക്കുന്ന ഒരുത്തന്, അവനെയും കൊണ്ട് ഇതുപോലെ എത്ര പെൺകുട്ടികളെ ജീവിതം അവൻ നശിപ്പിച്ചതാണ്, അവനും ഇതുപോലെ തന്നെ അച്ഛൻ്റെ പാത പിന്തുടരുന്നല്ലേ. പെണ്ണുങ്ങളെ വെറുക്കുകയും വേണം, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം തകർക്കുകയും വേണം എന്ന് ദീപ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് കല്യാണി പറയാണ്, എങ്ങനെയാണ് ഇവനെ കല്യാണം കഴിക്കുന്നത്, വേറൊന്നിനുമല്ലല്ലോ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ, അതായത് അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണ് ആൺകുഞ്ഞിന് ജന്മം നൽകണം, അങ്ങനെ ജന്മം കിട്ടാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണം, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ കല്യാണം കഴിക്കുന്നത്, അത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അവർ അതോടുകൂടി കൊന്നുകളയും എന്ന് പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് കല്യാണി ദീപ പറയുന്നുണ്ട്, എനിക്ക് 2 പെൺകുഞ്ഞുകൾ പിറന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ്, ഇതുപോലൊരു മണ്ഡപം എനിക്കും ദീപയ്ക്കും ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും ഒരുങ്ങി ഇതുപോലൊരു മണ്ഡപം ഉണ്ടായിരുന്നു, നീ കല്യാണം കഴിച്ചത്, അവിടെ നിന്നിട്ടും എന്നെ കല്യാണം കഴിച്ച് ഈ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ച് നീ അവിടെ നിന്ന് നാട് വിട്ടതല്ലേടാ, നീയും നിന്റെ അമ്മയും കൂടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സമയത്ത് ദീപ പറയാണ്, അവിടെ നിന്ന് നേരെ വന്നത് എൻ്റെ അരികിലേക്ക്, എന്നിട്ട് എന്നെ താലി കെട്ടി അതിലുണ്ടായ ആദ്യത്തെ പെൺകുഞ്ഞിനെ അവർ കൊന്നില്ലെന്നേ ഉള്ളൂ, എങ്കിലും രണ്ടാമത്തേത് എൻ്റെ വയറ്റിലൊരു പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണ് അവർ അനുഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കല്യാണി പറയാണ്, അതെ ഞാൻ അപ്പോൾ നമ്മുടെ കല്യാണി ഇങ്ങനെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, നിർത്തടി, എന്താടി നിനക്ക്, നിർത്തടി എന്ന് പറയാണ്. അപ്പോൾ കിരൺ പറയാണ്, നിർത്തേ, ആര്, കല്യാണി എന്തിനാ നിർത്തണത്, കല്യാണിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കല്യാണി പറയും എന്ന് പറയാണ്. അപ്പം ആ സമയത്ത് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്നെ അതൊക്കെ പണ്ട്, ഞാൻ ഇനി നിങ്ങളെയൊന്നും ആരെയും പേടിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ മകനാണ് തോറ്റുപോയത് ജീവിതത്തിൽ, നിങ്ങളുടെ പെൺമക്കളൊക്കെ നല്ല രീതിയിൽ, നിങ്ങളുടെ 2 ഭാര്യമാരും 3 പെൺമക്കളും നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ മകനും, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മകനാണ് തോറ്റുപോയത് എന്ന് പറയാണ്. എന്നിട്ട് കല്യാണി പറയുന്നുണ്ട്, അതെ ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയിട്ട് ഒരു പശുവിനെ നോക്കലും അതിൻ്റെ പാല് കറന്നെടുത്ത് ആ പാല് വിറ്റിട്ടൊക്കെയാണ് നിങ്ങളെ പേടിച്ച് വിറച്ച് മറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ആ കാലമല്ല, ആ കല്യാണിയല്ല ഈ നിൽക്കുന്നത് എന്ന് കല്യാണി പറയുകയാണ്. കാദംബരി പറയുന്നുണ്ട്, എൻ്റെ കൂടെയായിരുന്നല്ലോ കുറച്ച് നാൾ താമസം, അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ സുഖസുന്ദരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ആ സമയത്ത് നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ നിങ്ങളിപ്പോൾ തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടായേനെ, അത് നിങ്ങൾ എൻ്റെ അരികിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും എൻ്റെ വയറ്റിൽ കുഞ്ഞ് ഉള്ളത് തന്നെ, പിന്നെ ഞാൻ ഈ നിറവയറുമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് വേറൊന്നിനുമല്ല, ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ മകൻ്റെയൊക്കെ മുഖം കാണാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കാദംബരിയും പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മുടെ രാജപ്പൻ പറയാണ്, എന്താ ബാല ഈ കാണുന്നത്, എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലൻ പറയാണ്, വ്യത്യസ്തനാമൊരു ബാർബറ ബാലന് ഒന്നും അറിയില്ല എന്നൊക്കെ എന്നിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ എന്നൊക്കെ ഇന്ന് ചോദിക്കുന്നുണ്ട് രാജപ്പൻ. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ എന്താ അറിയാനോ, കുറച്ചു നേരം കൂടി കാത്തിരുന്ന ഇനി അല്ലാതെ അറിയാൻ പോവുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട്, നിങ്ങൾ ലക്ഷ്മി അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയതിൽ ഉപകാരമായത് ഞങ്ങൾക്കാണ് ഗുണമുണ്ടായത്, ഏറ്റവും നല്ലൊരു അമ്മയെയും നല്ലൊരു ചേച്ചിയെയും ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന സമയത്ത് നിർത്ത് എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് ഒരു അട്ടഹാസവും ഒരു ചാടി എഴുന്നേൽക്കലും ഒക്കെ അവിടെ തലയിലിരുന്ന തലപ്പാവ് എടുത്ത് വലിച്ചെറിയുന്നുണ്ട്, അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മണ്ഡപത്തിൽ നിന്നും. എന്നിട്ട് നേരെ വന്ന് നിൽക്കുന്നത് കാർത്തികയുടെ അരികിലേക്കാണ്. എന്നിട്ട് പറയാണ്, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ, ഞാനൊരു മോളെ പോലെ തന്നെയാണ് സ്നേഹിച്ചു തുടങ്ങിയത്, നീ എൻ്റെ രക്തത്തിൽ പിറന്നതായിട്ട് പോലും നീ എന്നെ ചതിക്കുകയായിരുന്നല്ലടി എന്ന് പറഞ്ഞിട്ട് വിരലൊക്കെ ചൂണ്ടിയിട്ടാണ് പ്രകാശൻ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരോടുമായിട്ട് പ്രകാശൻ അങ്ങനെ മുന്നിൽ നിന്ന് പറയണം, അതെ പ്രകാശൻ കൊള്ളരുതാത്തവനാണ്, പ്രകാശൻ പെൺകുട്ടികളെ സ്നേഹിക്കാത്തവനാണ്, അത് പ്രകാശന്റെ ന്യായം എന്നും പറഞ്ഞിട്ട് ആ മണ്ഡപത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് പുറത്തേക്ക്. അപ്പൊ പുറകെയായിട്ട് നമ്മുടെ വിക്രവും അമ്മൂമ്മയും കൂടി ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ രാജപ്പനും പുറകെ വെച്ച് ഓടുകയാണ്, വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്നുണ്ട്, തൻ്റെ പൈസ പോവാലോ അതുകൊണ്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്
എല്ലാവരും. അപ്പോൾ അമ്മൂമ്മയോടായിട്ട് ദീപ ചോദിക്കുന്നുണ്ട്, പ്രാവുന്നില്ല തള്ളേ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പം നിങ്ങൾ മുടിഞ്ഞു പോകല, അതിന് നിങ്ങൾ പ്രാവിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെ ആരാണ് മുടിഞ്ഞു പോകുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല, എന്നാലും ഞാൻ പ്രാവും മുടിഞ്ഞു പോകുള്ളൂ, മുടിഞ്ഞ് നാറാണക്കല്ല് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു അമ്മൂമ്മ അവിടെ നിന്ന് പ്രാവിട്ട് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം നേരെ നമ്മുടെ ദീപയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടി കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ അവർ 3 പെൺമക്കളും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവർ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രകാശനാണെങ്കിൽ പുറത്തേക്ക് ഓടുന്നുണ്ട്. ഓടിയിട്ട് അവിടെ പുറത്തേക്ക് എത്തുമ്പോഴേക്കും പ്രകാശന്റെ നെഞ്ച് നിന്ന് പോവുകയാണ്. പ്രകാശന്റെ നെഞ്ചിന് നല്ല വേദന, നെഞ്ചിങ്ങനെ തടവിക്കൊണ്ട് ഇപ്പം വീഴുമെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്കും വിക്രവും അമ്മൂമ്മയും ഓടി വരികയാണ്. ആരെങ്കിലും ഒരു കാർ എടുക്കും മക്കളെ, അയ്യോ എൻ്റെ മോന് എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ തുടങ്ങി ബഹളം. അപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് ഒരു കാറും കൊണ്ട്, നമ്മുടെ കാർത്തികയുടെ കാറ് തന്നെയാണത്. അങ്ങനെ അതിൽ ഒരു വിധത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാജപ്പൻ ചോദിക്കുകയാണ്, അയ്യോ ഇവന്റെ ഹൃദയം ഇതോടുകൂടി നിന്ന് പോകുമോ ബാല, എൻ്റെ 17 ലക്ഷം എന്ന് ചോദിക്കുമ്പോൾ അത് ഒട്ടുമിക്കതും നിന്ന് പോകും എന്ന് പറയുകയാണ് ബാലൻ. അപ്പോൾ അവിടെ നിന്ന് കാർത്തികയും കല്യാണിയും പറയുന്നുണ്ട്, അയാളുടെ ഹൃദയം നിന്ന് പോകുന്ന അങ്ങോട്ട് നിന്ന് പോകട്ടെ, അയാൾ മരിക്കണമെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ ബൈജു ആണെങ്കിൽ രാജപ്പനോട് പറയുന്നു, രാജപ്പ ദേ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ്. നീ പോയി കഴിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീയും പോയിക്കോ എന്ന് ബാലനോട് രാജപ്പൻ പറയാണ്. അങ്ങനെ അതിനുശേഷം അവർ പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സ്ട്രക്ചറിൽ കിടത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. നേരെ ICUയിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ ICUയിൽ കയറിയതിന് ശേഷം അവിടെ അമ്മൂമ്മയും മോനുമുള്ളൊരു സംഭാഷണമാണ്. അമ്മൂമ്മ മോനോട് പറയുന്നുണ്ട്, എങ്കിലും ഇങ്ങനെയൊരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനെ, അവരെല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു. അവർക്കെല്ലാവർക്കും അറിയാം അച്ഛൻ്റെ ആദ്യ ഭാര്യയും 2ാം ഭാര്യയും എല്ലാ പെൺമക്കളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള നാടകമായിരുന്നു. എങ്കിൽ ഈ കാർത്തിക എന്തൊക്കെയാണ് നമ്മളോടൊക്കെ ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെന്നിട്ട് അവൾ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിലും ഈ മരമണ്ടനായ ഒരു അച്ഛനുണ്ടല്ലോ, ആ അച്ഛനെ അല്ലെങ്കിൽ മണ്ടനാണെന്ന് പറയണം. അപ്പോൾ എന്താടാ നീ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖം കാണിച്ചു കൊടുത്തിരുന്നില്ല കാർത്തിക കാണിച്ചു കൊടുക്കാതെ ആയപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതല്ലായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതെന്താ പെണ്ണിന്റെ മുഖം കാണിക്കാത്തതെന്ന്. അപ്പൊ ഈ മരമണ്ടൻ അച്ഛനല്ലേ അതിനൊക്കെ സമ്മതിച്ചു നിന്നത് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മരമണ്ടൻ തന്നെയാണ് അയാൾ, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തുക. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹൃദയം നിൽക്കണമെങ്കിൽ അങ്ങോട്ട് നിൽക്കട്ടെ, എന്താ കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പരിഹാസ കഥാപാത്രമായിട്ട് നിൽക്കുന്നതിൽ എന്താ കാര്യം, അങ്ങനെ അങ്ങ് മരിക്കണമെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് വിക്രം. അപ്പൊ ആ സമയത്ത് മോനെ അങ്ങനൊന്നും പറയല്ലടാ നീ എന്ന് പറയാണ്. എന്തായാലും നിനക്ക് അവിടെ നിന്നും പൈസ കിട്ടാനില്ലേ, ആ രാജപ്പന് പൈസ കൊടുക്കല്ലേ, ഇത്രയും നാൾ നീട്ടി നിർത്തിയത് എന്തിനാണെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായോ, അച്ഛനെ കടക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനെ ഇപ്പോൾ ആ രാജപ്പന് 17 ലക്ഷം രൂപ കടമുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നാടകം കളിച്ച് നീട്ടിക്കൊണ്ട് പോയത്. എന്തായാലും ഞങ്ങളൊരു 12 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ പകുതി പൈസ 6 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നില്ലെങ്കിൽ ഞാൻ ആ തള്ളയും മോളെയും കുത്തിക്കൊല്ലും, അത് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം. അപ്പോൾ ആ സമയത്ത് നിനക്ക് ആ പൈസ കിട്ടിയാൽ ഇവൻ്റെ കടം വീട്ടാലോ, രാജപ്പൻ്റെ കടം വീട്ടാലോ എന്ന് പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല, അത് കാർത്തിക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും വീട്ടിലോട്ടൊന്നും വരണ്ട എന്ന്. അങ്ങനെ പ്രകാശ് നമ്മുടെ ലക്ഷ്മിയെയും കാർത്തികയെയും അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിക്രത്തിനെ കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.